കണ്ണുകൾ ഇപ്പൊ കാണുന്ന ഈ പകയില്ലേ, ഈ അഴികളിൽ ഉയർന്നു വന്ന ഈ കൈയില്ലേ, അത് കൊല്ലാനുള്ള വാശിയാണെന്ന് എനിക്കറിയാടോ. എന്നിട്ടും ഞാൻ വന്നു. കാരണം ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നതും അയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നതും അയാളുടെ കൂടെ ഞാൻ അന്തി ഉറങ്ങുന്നതും എനിക്ക് തന്നോട് നേരിട്ട് പറയണമെന്ന് തോന്നി. നീ ഇപ്പോഴും നിയമപ്രകാരം എന്റെ ഭാര്യ. ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാതെ നിനക്ക് എങ്ങനെയാണ് അവൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റുക? കാലം മാറിയത് അറിഞ്ഞില്ലേടോ മിസ്റ്റർ. പുറത്തു മുഴുവൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് താൻ കേട്ടിട്ടില്ലേടോ. ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാം. അതിനു വേണ്ട നിയമമൊക്കെ ഈ നാട്ടിലുണ്ട്. നിയമപ്രകാരം ഞാൻ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഒരു ഓലപ്പാമ്പ് കാണിച്ച് നിത്യ ഇനി താൻ പേടിപ്പിക്കണ്ട. ജയിലഴിയിൽ കിടക്കുന്ന ഓരോ നിമിഷവും ഇനി ഞാൻ ആസ്വദിക്കാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ച് താൻ ആലോചിക്കണം. എന്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ മറ്റൊരാളെ പ്രണയിക്കുന്നത് തന്നെ കുത്തി നോവിക്കാനാ. ഇപ്പോഴാടോ പെണ്ണിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരാൻ കഴിഞ്ഞത്. പാരമ്പര്യത്തിന്റെയും കെട്ടുതാലിയുടെയും ഭാരം ഞാൻ നേരത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ താനി കിടക്കുന്ന അഴികൾക്കുള്ളിൽ ഇതിനു മുന്നേ വന്ന് കിടക്കുമായിരുന്നു. ഇത്രയും കാലം നരകത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇനി സ്വാതന്ത്ര്യത്തിന്റെ ദിവസം, നിത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസം, പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസം. തന്നെപ്പോലെ സംശയരോഗിയും കുടുംബ ബന്ധങ്ങളുടെ ബന്ധമറിയാത്ത ഒരുത്തനു മുന്നിൽ അടിയറവ് പറഞ്ഞ് കാൽക്കീഴിൽ വെക്കേണ്ടതല്ല പെണ്ണിന്റെ ജീവിതമെന്ന് ഇനിയുള്ളവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവാം. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു വാക്ക് താൻ മറന്നു പോകരുത്. ശിക്ഷ കഴിഞ്ഞാല് നേരെ വരണം എനിക്ക്. അത് നിനക്ക് എന്നെ വേണം എന്നുള്ളത് കൊണ്ടല്ല, എനിക്ക് നിന്നെ വേണം എന്നുള്ളതുകൊണ്ട്. മധുര നൊമ്പരക്കാറ്റ്